ഓം ശാന്തി. നമ്മുടെ ജന്മനാൽ ഈശ്വരൻ തന്ന വലിയൊരു വരദാനം, വലിയൊരു ശക്തിയാണ് സംസാരിക്കാനുള്ള കല എന്ന് പറയുന്നത്. വാക്കുകൾ വരദാനങ്ങളാണ്. വാക്കുകൾ മന്ത്രമാണ്. വാക്കുകൾ തലയണ മന്ത്രങ്ങളാണ്. വാക്കുകൾ ശാപങ്ങളുമാണ്. വാക്കുകൾ കൊണ്ട് ഒരു മനുഷ്യനെ വേണമെങ്കിൽ രാജാവാക്കാം. വാക്കുകൾ കൊണ്ട് ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലിപ്പിക്കാം. ശക്തമായിരിക്കുന്ന സാന്നിധ്യമാണ് ജീവിതത്തിൽ വാക്കുകൾ എന്നത്. ശബ്ദം മധുരമാണെങ്കിൽ ജീവിതത്തിൽ എല്ലാ മധുരതനെയും ആകർഷിക്കാം. ശബ്ദം ഹാർഷാണെങ്കിൽ, കയ്പുള്ളതാണെങ്കിൽ, കഠിനമായതാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ തിന്മകളെയും ദുഃഖത്തെയും ആകർഷിക്കാം. അതുകൊണ്ട് മധുരമായി സംസാരിക്കാനും തൻ്റെ ആശയങ്ങളെ കൃത്യമായി പ്രകടിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എത്ര വലിയ സംഘർഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അതിനെല്ലാം അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളൊരു സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കുന്നു, ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് നിങ്ങളെ സമ്മതിക്കുന്നില്ല. മധുരമായ രീതിയിൽ ഞാൻ പോയേ തീരൂ, എനിക്ക് പോയേ പറ്റൂ, ഞാൻ പോയിരിക്കും എന്ന് നിങ്ങൾ പറയുന്നതോടെ അവിടെ ഒരു വഴക്കായി, അവിടെ ഒരു സംഘർഷമായി, സംഘട്ടനായി. എൻ്റെ ഇഷ്ടത്തിന് ഒരിക്കലും നീ തടസ്സം നിൽക്കില്ല എനിക്ക് നന്നായിട്ടറിയാം, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് ഒരിക്കലും നിങ്ങൾ എന്നെ തടയില്ല എനിക്ക് നന്നായിട്ടറിയാം, എൻ്റെ സന്തോഷത്തിന് വില ചെയ്യുന്ന ആളാണ് നിങ്ങളെന്ന് എനിക്കറിയാം എന്നൊരു വാക്ക് പറഞ്ഞു നോക്കിയേ, ആ ആൾക്ക് നിങ്ങളെ തടയാനാവാത്ത രീതിയിൽ അവരെ മാറ്റാൻ പറ്റും. ദ സെയിം സിറ്റുവേഷൻ. എനിക്ക് പോകണം എന്ന് പറഞ്ഞതാണ് ഒരു വാക്ക് തമ്മിൽ സംഘർഷം ഉണ്ടാക്കിയെങ്കിൽ മറ്റൊരു വാക്ക് അവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവരെ നിർബന്ധിതമാക്കുന്ന രീതിയിൽ സ്നേഹം കൊണ്ട് ബന്ധിപ്പിച്ചു കളയും. നമുക്ക് ആജ്ഞയാവാം. സ്നേഹം കൊണ്ട് നിറഞ്ഞതായിരിക്കുന്ന സ്നേഹത്തിൻ്റെ ആജ്ഞകൾ, അധികാരത്തിൻ്റെ ആജ്ഞ, അത് ആജ്ഞയായി തോന്നില്ല, അത് സ്നേഹത്തിൻ്റെ പ്രകടനമായി തോന്നിപ്പോവും. ഇതിനൊക്കെ അനിവാര്യമായ ഘടകമാണ് നന്നായി സംസാരിക്കാനുള്ളതായിട്ടൊരു കല എന്ന് പറയുന്നത്. അത് മനസ്സ് ശാന്തമാകുമ്പോൾ ശാന്തമായ മനസ്സിൽ നിന്നാണ് ശക്തമായ വാക്കുകളെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായി സംസാരിക്കാൻ ആർക്കും പറ്റും. എന്നെക്കൊണ്ട് ഇങ്ങനെ പറ്റൂ. പലരും പറയാറുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് സംസാരിച്ച് ശീലിച്ചത്. നമ്മുടെ നാട്ടുമ്പുറത്തുകാരാ, നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ. അല്ല, ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന പല ആളുകളുടെയും പല ടൈപ്പൊന്നും അവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ലക്ഷ്യം ഉദ്ദേശമൊക്കെ മനസ്സിലാവുമ്പോൾ അവർ പറഞ്ഞത് ഇതായിരിക്കുന്നത് വിട്ടേക്കാം എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. പലപ്പോഴും നമ്മുടെ വാക്കുകളിലെ മാധുര്യമില്ലായ്മ കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളും നിങ്ങൾക്ക് നഷ്ടമായി പോയേക്കാം. ഇതില്ലാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് രണ്ട് പേർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർക്ക് അവരുടെ ആശയത്തിന് പെർഫെക്റ്റായിട്ട് ഞാൻ ഇന്നതാണ് പറയാൻ വിചാരിച്ചത് എന്ന് നമ്മുടെ ഹൃദയത്തിലെ ഭാവത്തിന് വാക്കുകളിലേക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എല്ലാ സംഘർഷങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് മധുരമായി സംസാരിക്കാൻ, ജീവിതത്തിലെ സംഘർഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സംബന്ധങ്ങൾ സുഖപ്പെടുത്താൻ വേണ്ടിക്കൊണ്ട് ആരോടും എവിടെയും ചെന്നാലും എല്ലാവർക്കും സ്നേഹമുള്ള വ്യക്തിത്വം ആവാൻ വേണ്ടിക്കൊണ്ടൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ വലിയൊരു ശക്തിയാണ്, സൂപ്പർ പവർ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത്. അതിനെ നന്നാക്കിയെടുക്കാനുള്ള കുറച്ച് ടിപ്സാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് നിങ്ങൾ പറയുന്നതോട് കൂടിയിട്ട് അങ്ങനെയൊന്നും പറഞ്ഞു ഫലിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ലേ. ഇത് പലരും പറയുന്ന, എൻ്റെ അടുത്തും പലരും പറയാറുള്ള ഒരു വാചകം ഞാൻ നിന്നോട് പറയാം. ഇങ്ങനെയൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ലേ എന്ന് വെച്ചാൽ അർത്ഥം എനിക്ക് താല്പര്യമില്ല എന്ന് വേറൊരു ഭാഷ, അതിന് വേറൊരു വേർഷൻ പറയുന്നതാണ്. ആദ്യ ആഗ്രഹം, നമ്മളൊരു സ്ഥലത്തൊരു ദിവസം താമസിച്ചിങ്ങോട്ട് പോരുകയാണ്, ആയിക്കോട്ടെ, അവിടെയുള്ള ആളുകൾക്ക് നമ്മൾ പോകുന്നതിൻ്റെ പേരിൽ, അവർ നമ്മൾ സ്നേഹത്തോടെ പോകുന്നതിൻ്റെ പേരിൽ നമുക്കൊന്നും കിട്ടാനില്ലായിരിക്കാം ഫ്യൂച്ചറിൽ, ലെറ്റ് ഇറ്റ് ബി. എന്നിരുന്നാലും പോസിറ്റീവ് വൈബ്രേഷൻ അത് സദാ നമ്മുടെ കൂടെ വരുന്നൊരു സാധനമാണ്. ഒരു ദിവസമാണെങ്കിലും 10 ദിവസമാണെങ്കിലും ഒരു വർഷമാണെങ്കിലും ഒരു ജീവിതം മുഴുവനാണെങ്കിലും കൂടുതൽ ഒന്നിച്ച് താമസിക്കുന്ന ആളുകളുടെ അടുത്ത് മധുരമായി സംസാരിച്ച് സന്തോഷത്തോടു കൂടി നമുക്ക് പിരിയാൻ സാധിക്കുമെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആയിട്ട് നമ്മുടെ കൂടെ വരും. അതുകൊണ്ട് എന്നെക്കൊണ്ടാവില്ല എന്നുള്ള തോട്ട് മാറ്റിയിട്ട് എങ്ങനെ ചെയ്യണം എന്ന് പഠിക്കാനുള്ളൊരു മനസ്സ്, അതാണ് നമുക്ക് ആദ്യം ആവശ്യം. അതുകൊണ്ട് ആരെടുത്തും എന്തൊക്കെ സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്, നമ്മൾ എന്ത് വേണോ സംസാരിക്കണോ, എങ്ങനെ സംസാരിക്കണോ, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് വരണം. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് വരണമെങ്കിൽ അവിടെ അറിവിൻ്റെ തലത്തെ വർദ്ധിപ്പിക്കണം. കുറച്ച് സമയം വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക. ഒന്നും പറ്റിയില്ല,
പോട്ടെ, ഏതെങ്കിലും ഒരു 4 വരി അല്ലെങ്കിൽ ഒരു 4 പേജ്, ഒരു പേജ് ഏതെങ്കിലും, എന്തെല്ലാം ബുക്കുകളിൽ നിന്ന് കിട്ടാൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഭഗവാന്റെ മഹാവാക്യത്തിന് പലവരും വായിക്കുക. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ബുക്കുകൾ, നല്ല നല്ല പോസിറ്റീവ് ബുക്സ്, ആ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്നുള്ളതായിട്ടുള്ള ബുക്കൊക്കെ മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ വായിച്ചു നോക്ക്, എന്തൊരു സുഖമാണെന്നറിയോ. എത്ര വായിക്കുന്നു അത്രയും നമ്മുടെ വാക്കുകളിലെ മാധുര്യം, അതിൻ്റെ ഫ്ലോ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. പല പ്രയോഗങ്ങളും നമ്മുടെ ഹൃദയത്തിൽ പലവരും വായിക്കുമ്പോൾ ഉറച്ചു വന്നു കിട്ടും. അത്തരത്തിൽ ഉറച്ചു പോകുന്നതായിരിക്കുന്ന ശബ്ദങ്ങൾ പല വലിയ സംഘർഷങ്ങളെപ്പോലും തണുപ്പിക്കാൻ വിധം സഹായകമായിട്ട് മാറുകയും ചെയ്യും. മനസ്സിൽ അറിവിൻ്റെ കുടം നിറയും തോറും വാക്കുകളിൽ വിനയവും ശക്തിയും വർദ്ധിക്കും. അതുകൊണ്ട് വായിക്കാനും അറിയാനും പഠിക്കാനും, നിങ്ങൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മയാവട്ടെ, മുത്തശ്ശിയാവട്ടെ, കുട്ടിയാവട്ടെ, ജോലിക്കാരനാവട്ടെ, ചെറുപ്പക്കാരനാവട്ടെ, ആരും ആയിക്കോട്ടെ, അറിവെന്നത് എല്ലാവരുടെയും ഏറ്റവും വലിയ ശക്തിയാണ്, ആദ്യത്തെ നിധിയാണ്. അതുകൊണ്ട് ജ്ഞാനം അഥവാ അറിവെന്ന നിധിയെ സ്വന്തമാക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു ദിവസം 5-10 മിനിറ്റ് ഒരു മനുഷ്യൻ മാറ്റിവെക്കാമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും പ്രകാശം കൂടിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുറഞ്ഞ വാക്കുകളിൽ അവനവൻ്റെ ഹൃദയത്തിലെ ആശയത്തിന് കൃത്യമായി പറയാൻ പഠിക്കുന്നതോടുകൂടി നിങ്ങൾ സംബന്ധങ്ങളിൽ സുഖം കൊണ്ട് അനുഭവിക്കാനും ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, പറയാൻ പഠിക്കണമെങ്കിൽ ആദ്യം കേൾക്കാൻ പഠിക്കണം. ഒരാൾ നമ്മളൊരു കാര്യം എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരും കേൾക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരങ്ങ് പറഞ്ഞു കഴിയട്ടെ, എന്നിട്ട് എൻ്റെ കാര്യം പറയണം എന്നുള്ള വിചാരത്തോടെയാണ്. അതായത് ഇങ്ങോട്ട് സ്വീകരിക്കാനല്ല, പറയാൻ വേണ്ടിക്കൊണ്ട് കേൾക്കുക, എന്നിട്ട് ഉത്തരം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുകയായിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഒരിക്കലും ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ക്ലിയർ ആവില്ല. കേൾക്കാൻ വേണ്ടി കേൾക്കുകയായിരിക്കും, അല്ലെങ്കിൽ കേട്ടോ ഇല്ലാന്ന് കേൾക്കുകയായിരിക്കും. അത് രണ്ടും മാറ്റി വെച്ചുകൊണ്ട് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയും. കേൾക്കുന്ന കാര്യത്തിന് ഒരു 100% ആത്മാർത്ഥമായിട്ടൊരു കാര്യം പരസ്പര ആശയവിനിമയം വരുമ്പോൾ നിങ്ങൾ കേൾക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൃദയപൂർവ്വം അവരോട് ആശയവിനിമയം നടത്താൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ആശയങ്ങൾ പ്രവഹിക്കുന്നതെങ്കിൽ അതൊരിക്കലും ബ്രെയിനിൽ നിന്ന് പോകുന്ന മെസ്സേജ് ആവില്ല, അവരുടെ ഹൃദയത്തെ സ്പർശിക്കും പോലെ തോന്നും. അതവർക്ക് സുഖം കൊടുക്കും, അവർക്ക് ശക്തി കൊടുക്കും, ഊർജം കൊടുക്കും. അതോടെ ഏതൊരു കാര്യവും നന്നായിട്ട് ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു സഹയോഗം, ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് അവരായി മാറും. മറ്റൊന്ന്, ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ വേറൊരു ഗുണം, നന്നായി കേൾക്കാൻ സാധിക്കുമെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നന്നായി മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. നല്ല തീരുമാനങ്ങളാണ് നല്ല ബന്ധങ്ങളെയും നല്ല വിജയങ്ങളെയും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് യാതൊരു സംശയവുമില്ലാതെ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ കാര്യം, പറയാതെ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് പറയാതെ പറയാൻ പഠിക്കുക? പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബോഡി ലാംഗ്വേജ്. ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നിലത്ത് നോക്കിയിരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഇനി അവർ അഥവാ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ പോലും പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫീൽ ചെയ്യും നിങ്ങൾ അവർക്ക് യാതൊരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കാൻ, കേൾക്കുമ്പോൾ മുഖത്ത് നോക്കി കേൾക്കാൻ, ശ്രദ്ധയോടെ സ്നേഹത്തോടെ കേൾക്കാൻ, മുഖത്ത് ഒരു എതിർപ്പിൻ്റെ അല്ലെങ്കിൽ വിരക്തിയുടെ മടുപ്പിൻ്റെ ഒന്നും ഭാവമില്ലാതെ എന്ത് നിങ്ങൾ കേൾക്കുന്നു ആ കേൾക്കുന്ന കാര്യത്തിന് കൃത്യമായിട്ട് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഞാനിത് കേൾക്കുന്നുണ്ട്, ഓക്കെ, ഒന്ന് തലയാട്ടി കേട്ടു, എന്തൊരു സുഖമാണല്ലേ, ഒന്ന് മൂളിക്കേട്ടു, പറയാറില്ലേ നമ്മൾ, ഒന്ന് മൂളിക്കൂടെ, ഞാൻ പറയണമെങ്കിൽ കാര്യം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മൂളിക്കൊണ്ട് കേൾക്കാൻ, ഒന്ന് തലയാട്ടി കൊണ്ട് കേൾക്കാൻ. ഞാൻ ഓർമ്മിക്കും പരമാത്മ മഹാവാക്യത്തിൽ, ഈശ്വരൻ്റെ മഹാവാക്യത്തിൽ ഒരു പ്രാവശ്യം ഭഗവാൻ തൻ്റെ ക്ലാസ്സിൽ പറയുകയുണ്ടായിരുന്നു, മക്കൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ തലയാട്ടി ആട്ടി കേൾക്കുകയാണെങ്കിൽ ജ്ഞാന നൃത്തം ചെയ്യുന്ന ഭഗവാന്റെ ഗംഗ കൂടി മനോഹരമായിട്ട് ഈ ഡാൻസ് തുടരുമെന്ന്. കേൾക്കുന്നവരുടെ പ്രകടനങ്ങൾ, ബോഡി ലാംഗ്വേജ് കേൾപ്പിക്കുന്നവരുടെ മനസ്സിന് കുളിർമയും ശക്തിയും പ്രവാഹത്തെ പൂർവാധികം ശക്തിയുമാക്കി മാറ്റുന്നതാണ്. അതുകൊണ്ട് ബോഡി ലാംഗ്വേജിലൂടെ സ്വീകരിക്കുകയും പറയുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലെ ഭാവത്തെ കണ്ണുകൊണ്ടും മുഖം കൊണ്ടും കൈകൾ കൊണ്ടും ടോട്ടൽ ബോഡിയിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെങ്കിൽ കേൾക്കുന്നവർക്കും അതിൻ്റെ വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ സാധിക്കും. ആ വൈബ്രേഷൻ അവർക്ക് ചെയ്യാനുള്ള ഊർജ്ജമാവുകയും അതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതും വളരെ ആവശ്യമായിരിക്കുന്ന ഘടകമാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യം. ഒരു മോശമായ സാഹചര്യത്തിൽ നിങ്ങൾ കുടുങ്ങുന്ന സമയത്ത്, വീട്ടിലൊരു സംഘർഷം നടക്കുകയാണ്, ഒരു കാര്യത്തിൻ്റെ പേര് ഒരാൾ പറഞ്ഞു മറ്റൊരാൾക്ക് അത് ഇഷ്ടമായില്ല, അത് വഴക്കിലേക്ക് പോവുകയാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഈ ഒരു കല നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, അന്തരീക്ഷത്തെ സുഖപ്പെടുത്താൻ സഹായിക്കും. നിങ്ങളോടാണ് ഒരാൾ അത്തരത്തിൽ സംസാരിക്കുന്നതെങ്കിൽ ഒരാൾ ഉറക്കെ ഒച്ച വെച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. സൈലൻസ്. എന്ത് സൈലൻസ്?
ഞാൻ മിണ്ടാണ്ടിരിക്കുക, നിനക്ക് ഇഷ്ടമുള്ള നീ പറഞ്ഞു. അങ്ങനെയല്ല. സൈലൻസ് വിത്ത് പോസിറ്റീവ് വൈബ്രേഷൻസ്. അവരെന്താണ് പറയുന്നത്, അവരുടെ ഫീലിങ്സ് എന്താണെന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. കുറഞ്ഞ സമയം നമ്മൾ നമ്മളുടെ സൈലൻസിൽ ഇരുന്നു കൊണ്ട് അവർ പറയുന്ന ഭാവത്തെ കേട്ടിട്ട്, ശരി അവർ തെറ്റാണ് പറയുന്നതെന്ന് വിചാരിക്കുക, നിങ്ങളടുത്ത് അവർ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് വിചാരിക്കുക, ഒക്കെ ആയിക്കോട്ടെ. ഇതെല്ലാം കഴിയുമ്പോൾ ലക്ഷ്യമുണ്ടല്ലോ, ഈ ഒരു പ്രശ്നം വലുതാക്കുകയല്ല, നമുക്കത് സൈലൻസ് ആക്കുകയാണ്, അതിന് സോൾവ് ചെയ്യാണ് വേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ശേഷം റിയാക്റ്റീവ് ആവാതെ, എനിക്ക് മനസ്സിലായി, നീ പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി, നമുക്കിങ്ങനെ ഒരു കാര്യം, ആ ഒരു കൂട്ടിച്ചേർക്കൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കിങ്ങനെ ഒരു കാര്യം, ഇങ്ങനൊരു സൊല്യൂഷൻ കണ്ടെത്തിയാലോ. അവിടെ നിങ്ങളുടെ സഹാനുഭൂതി, നിങ്ങളുടെ ഹൃദയത്തിനുള്ളതായിട്ടുള്ള ശക്തി, സ്നേഹത്തിൻ്റെ ഒരു തലോടൽ, ഇതെല്ലാം ആ വാക്കുകളിൽ പ്രകടമാവും. അത്തരത്തോടു കൂടിയിട്ട് ആ കത്തി നിൽക്കുന്ന തീയുണ്ടല്ലോ ഒന്ന് അണയും. നിങ്ങൾ പറയുന്ന കാര്യം അവർ കേൾക്കാൻ തയ്യാറാവും. എല്ലാവർക്കും ആവശ്യം നമ്മളെ മനസ്സിലാക്കുന്ന മറ്റൊരാളെയാണ്. നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു എന്നൊരു എക്സ്പ്രഷനോട് കൂടിയിട്ട് തുടങ്ങുന്നുവെങ്കിൽ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലായി, അല്ല നിങ്ങൾ പറയുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാൻ തുടങ്ങുന്നിടത്തോളം കാലം അവിടെ ആ ഒരു പ്രശ്നം നിങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് ഓർപ്പിച്ചോളൂ. അതുകൊണ്ട് ജീവിതത്തിൽ എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി എന്ന് പറയുന്നതായിരിക്കുന്ന ഡൈവോഴ്സും സെപ്പറേഷനും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്സും ഒക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒറ്റ കാര്യം അനിവാര്യമാണ്. വാക്കുകളുടെ മാധുര്യം, മനസ്സിൻ്റെ മാധുര്യം, ഫീലിങ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു സൂപ്പർ പവറാണ്. ഒരു ബന്ധവും നിങ്ങളിൽ നിന്ന് വിട്ടുപോകാതെ ബന്ധങ്ങളെ സുഖപ്പെടുത്താനുള്ളതായിരിക്കുന്ന ഗ്രീസാണ് മധുരമായ സംസാരത്തിൻ്റെ ശക്തി. വാക്കുകളുടെ ശക്തി ഒരുപാട് വീഡിയോ സിസ്റ്റം നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. വാക്കിൻ്റെ ശക്തി നമുക്ക് ശാപമാവുന്നത് എങ്ങനെ, വാക്കുകൾ കൊണ്ട് ധനത്തെ നമ്മളിലേക്ക് എങ്ങനെ ആകർഷിക്കണം, വാക്കുകൾ കൊണ്ട് ഹെൽത്തിനെ എങ്ങനെ ആകർഷിക്കണം, അതിൻ്റെ പവറാണല്ലോ പോസിറ്റീവ് അഫർമേഷൻ എന്ന രീതിയിൽ നമ്മുടെ അടുത്തേക്ക് ഒഴുകി വരുന്നത് തന്നെ. അതുകൊണ്ട് വാക്കുകളുടെ മാധുര്യത്തോടെ ഉപയോഗിക്കാൻ പഠിച്ചുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും മാധുര്യമുള്ളതാക്കി മധുരമായ ജീവിതങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.